ന്യൂസ് പ്രിന്റിന് വിപണിയിൽ ആവശ്യം കൂടിയതോടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനൊരുങ്ങി വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. പൾപ്പിനായുള്ള മരത്തടികൾ 10 വർഷത്തേക്ക് ലഭ്യമാക്കാൻ വനംവകുപ്പുമായി കരാർ ഒപ്പുവയ്ക്കും. കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയ HNL ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ പുതുതായി രൂപീകരിച്ചതാണ് KPPL. രാജ്യത്തെ പ്രമുഖ പത്രസ്ഥാപനങ്ങൾ KPPL ന്യൂസ് പ്രിന്റ് ഉപയോഗിച്ചു തുടങ്ങിയതോടെ കൂടുതൽ ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി. പ്രതിവർഷം 2 ലക്ഷം ടൺ വനാധിഷ്ഠിത അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് ദീർഘകാല കരാർ വനംവകുപ്പും KPPL-ലുമായി ഒപ്പുവയ്ക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വ്യവസായ മന്ത്രി P. രാജീവ്, വനമന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. HNL-ന് നൽകിയിരുന്ന എല്ലാ സൗജന്യങ്ങളും സഹായങ്ങളും KPPL-നും വനംവകുപ്പിൽ നിന്ന് ലഭ്യമാക്കും. സ്വന്തമായി പൾപ്പ് മരത്തടി ഉൽപ്പാദിപ്പിക്കുന്നതിന് വനംവകുപ്പിന്റെ 5600 ഹെക്ടർ ഭൂമി പാട്ടവ്യവസ്ഥയിൽ KPPL-ന് കൈമാറും. സാമൂഹ്യ വനംവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി വച്ചുപിടിപ്പിച്ചിട്ടുള്ള പൾപ്പ് മരത്തടികൾ ശേഖരിക്കുന്നതിന് KPPL-ന് അനുമതി നൽകി. ഇതര സ്പീഷീസിലുള്ള തടികളും പൾപ്പാക്കി മാറ്റാവുന്ന ഇതര വസ്തുക്കളും ഉപയോഗിക്കുന്നതിന്റെ സാധ്യതയും സാങ്കേതികതയും പരിശോധിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. മൂല്യവർദ്ധിത പേപ്പർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലൂടെ ഉൽപാദനം കൂട്ടുന്നതിനു വേണ്ടി KPPL വൈവിധ്യവൽക്കരണ പദ്ധതികളും നടപ്പാക്കും. ഇക്കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വനം വ്യവസായ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തും. റിപ്പോർട്ടർ, കോട്ടയം.